ഇന്ന് നമുക്ക് സൂപ്പർ ക്രീമി ഐസ്ക്രീം ഉണ്ടാക്കാം. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തയ്യാറാക്കാം. കസ്റ്റർഡ് പൗഡർ കൊണ്ടാണ് ഞാൻ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 സ്പൂണ് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ കട്ടയൊന്നും പിടിക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്ത് 8 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കസ്റ്റർഡ് മിക്സും കൂടെ ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കാം. അടിക്ക് പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലതായിട്ട് കുറുകി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ ഒരു ബൗൾ വെച്ച് അതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമിന് മധുരമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ 4 സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഹൈ സ്പീഡിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഫ്ലഫി ആയിട്ടാണ് കിട്ടേണ്ടുന്നത്. നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് മിക്സാണിത്. ഇതിവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ബീറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് മിക്സും വിപ്പിംഗ് ക്രീമും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് കിട്ടേണ്ടുന്നത്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത കാഷ്നട്ട് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഐസ്ക്രീം കഴിക്കുമ്പോഴൊക്കെ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് കാഷ്യൂവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഇത് അടച്ച് ഫ്രിഡ്ജിലേക്ക് 10 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കാം. 10 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഐസ്ക്രീം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റും ക്രീമിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.